എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോണത്. ഒരു 10-13 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട്. 10 ചോദ്യങ്ങൾ മതി നമുക്ക്, എന്നാലും നമ്മളൊരു 13 ചോദ്യങ്ങളോളം പറയാൻ വിചാരിക്കുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് പറയുകയാണ്, ഇതിപ്പോൾ കഴിഞ്ഞ LDC പരീക്ഷയിലെയും മറ്റും ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ട ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കിട്ടുന്നില്ലെന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ചാൻസുകൾ വളരെ പരിമിതമാണ്. നിങ്ങൾക്കറിയാം സിറ്റുവേഷനൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ മുന്നിൽ വരാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ മുന്നിൽ വരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം 5n-2 ആയാൽ 12-ാം പദം ഏത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത്. എന്താണ് n-ാം പദം? ഞാനിപ്പോൾ an എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നിട്ടുണ്ട് എന്ത്? അത് 5n-2 ആണ് എന്ന് തന്നിട്ടുണ്ട്. n-ാം പദം 5n-2 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 12-ാം പദം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. n-ാം പദം 5n-2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല അങ്ങനെ അങ്ങ് വെച്ചോ. അത് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 12-ാം പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 15-ാം പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5-ാം പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-ാം പദം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. ആ n-ൻ്റെ സ്ഥാനം ഇവിടെ നോക്ക്. ഈ n-ൻ്റെ സ്ഥാനത്ത് 12 വന്നു. അപ്പോൾ ഈ 5 n-ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 12 വരും. 5 × 12 - 2. 5 × 12 എത്രയാ? 60. 60 നിന്ന് 2 പോയാൽ 58. നമ്മുടെ ഉത്തരം 58. അങ്ങനെയാണെങ്കിൽ ഇതിൽ 10-ാം പദം എത്രയാ? 10-ാം പദം എത്രയാ? നിങ്ങൾ പറ. 5 × 10 - 2. അപ്പോൾ ആ ഇക്വേഷനിൽ അല്ലെങ്കിൽ ആ ഫോർമുലയിൽ അങ്ങ് നേരെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം? 50 നിന്ന് 2 പോയാൽ 48. 1-ാം പദം എത്രയാ? ആദ്യ പദം A1 ഒന്നും എഴുതാറില്ല, അല്ലേ? ആദ്യ പദം എത്രയാ? 1 അല്ലേ? 5 × 1 - 2. അപ്പോൾ എത്രയാ അതിൻ്റെ വാല്യൂ? 5 - 2 3. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സംഭവം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ, ഒരു ഫോർമുല ഇക്വേഷൻ തന്നു വിചാരിക്കുക. 5n - 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്താൽ മതി? ആ n-ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളോട് ഇതിൻ്റെ പൊതുവ്യത്യാസമാണ് ചോദിച്ചതെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യും? 2-ാം പദം കണ്ടുപിടിക്കും, പിന്നെ ആദ്യ പദം നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ്? ഇങ്ങനെ ഒരു ലീനിയർ എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ പൊതുവ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട. ഈ n-ൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആരാണോ അയാളായിരിക്കും എന്ത്? ഇതിൻ്റെ പൊതുവ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ പൊതുവ്യത്യാസം. n-ൻ്റെ കൂടെ ആരാ നിൽക്കുന്നത്? അയാളായിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയണത്. സാധനം മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. 1-നും 50-നും ഇടയ്ക്ക് വരുന്ന ഇരട്ടസംഖ്യകളുടെ തുക. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ചെയ്യാൻ. അപ്പോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആളുകൾക്കും കിട്ടും ഈ സാധനം കിട്ടും. കൂടുതലല്ല, കുറച്ച് ആളുകൾക്ക് ഈ സാധനം കിട്ടും. അതിനും വേണ്ടിയിട്ടാണ് ആ സാധനം തന്നേക്കണത്. ഈ 650 ആദ്യത്തെ ഓപ്ഷനായിട്ട് തന്നേക്കണത് അതുകൊണ്ടാണ്. കാരണം ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം എന്താ? 1-നും 50-നും ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതിൽ 50 എന്ന് പറഞ്ഞ ഇരട്ടസംഖ്യ പെടുമോ? ഇല്ല. അപ്പോൾ ഇരട്ടസംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 2, 4, 6 അങ്ങനെ പോയി അവസാനത്തെ ഇരട്ടസംഖ്യ ഏതായിരിക്കും? 48 ആയിരിക്കും. അവസാനത്തെ ഇരട്ടസംഖ്യ 48 ആയിരിക്കും. അതാണ് ഇവിടെ വരാൻ പോകുന്ന ആകെ ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത്. ആ തെറ്റ് വരാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഈ എ ഓപ്ഷൻ തന്നിട്ടുള്ളത് 650. അതാണ് ഇതിന് പകരം നമ്മൾ 50 എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വരാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇനി ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം.
ഒരു രീതി എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയിലെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട്. ഏതാണ് ആ ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 അല്ലേ? അതിൻ്റെ താഴെ ഒരു y2 ഉണ്ടെങ്കിൽ എന്തായി? അത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആയേനെ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n സ്ക്വയർ ആയിരുന്നെങ്കിലോ അത് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആയേനെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം n എത്രയാണ് എന്ന് അറിയണം. n എത്രയാണ് എന്ന് അറിയണം. ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ് കാണേണ്ടതെങ്കിൽ നമുക്കറിയാം ലാസ്റ്റത്തെ ഇരട്ട സംഖ്യ ഏതാ? 48 അല്ലേ? എന്ത് ചെയ്താൽ മതി? നേരെ അതിൻ്റെ പകുതി എടുത്താൽ മതി. നേരെ അതിൻ്റെ പകുതി എടുത്താൽ മതി. അത് എത്രയാ? 24. അതായിരിക്കും n അല്ലെങ്കിൽ എണ്ണം എന്ന് പറയുന്നത്. എത്ര എണ്ണമാണ് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഇരട്ട സംഖ്യകളുടെ ആണെന്നുണ്ടെങ്കിൽ അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. ഞാനത് പിന്നെയും പറയാൻ കാരണം 1 മുതൽ 49 വരെയുള്ള എന്നൊക്കെയാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 49നെ 2 കൊണ്ട് ഹരിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 1 കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കണം. അത് ഞാൻ വേറെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പലതവണ പറഞ്ഞതാണ്. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് എന്താ? n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അവസാനത്തെ ഇരട്ട സംഖ്യ ഏതാ? 48. 48ൻ്റെ പകുതി എടുത്താൽ മതി. എത്രയാ? 24. അപ്പോൾ n-ന്റെ വില 24 ആണല്ലോ. ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ? എന്താ? n ഇൻറ്റു n പ്ലസ് 1. 24 ഗുണിക്കണം 24 പ്ലസ് 1 25. 24 25 ഗുണിച്ചാൽ എത്ര കിട്ടുക? 600. അത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. അത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ. 2 4 നമ്മുടെ ഉത്തരം എത്ര? 600 കേട്ടോ. ഇനി അത് വിട്ടോ, കഴിഞ്ഞു. 6 ഇങ്ങനെ പോയി. 50 നമ്മൾ എടുത്തതെന്ന് വിചാരിക്കാം. 50 വരെ ഉള്ളതാണ് നമ്മൾ എടുത്തത്. ഇതിപ്പോൾ 1നും 50നും ഇടയ്ക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത പറയാണ് 50 വരെയുള്ള എന്നാണ്. ആ വാക്ക് എന്താണ്? 50 വരെയുള്ള. അപ്പം 50 അതിൽ പെട്ടു കേട്ടോ. 50 അതിൽ പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 50ൻ്റെ പകുതി ആയിരിക്കും. കാരണം 50 എന്ത്? ഇവിടുത്തെ അവസാനത്തെ ടേം എന്ന് പറയുന്നത്. അവസാനത്തെ ആളാരാണ് ഇവിടെ? 50 ആണ്. അപ്പോഴെന്ത് വരും? 50ൻ്റെ പകുതി 25. അപ്പം മൊത്തം 25 എണ്ണങ്ങളുണ്ട്. അപ്പം എന്ത് ചെയ്യും? 25 ഇൻറ്റു 26. സോറി 25 ഇൻറ്റു 26. 25 ഇൻറ്റു 26 ഇത് എത്രയാ? 625 ഒരു 25 എത്രയാ? 650. ദേ ഇതാണ് ഈ എ ഓപ്ഷനായിട്ട് കിടക്കുന്നത്. അത് പോയി അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ എ ഓപ്ഷനിൽ ഇട്ടേക്കണേ. അത് ശരിയാണോ? അല്ല. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ചെയ്യേണ്ടത് എത്ര മാത്രം? n-ൻ്റെ വില കണ്ടുപിടിക്കുക. എന്ത് ഇക്വേഷൻ അപ്ലൈ? n ഇൻറ്റു n പ്ലസ് 1. വളരെ സിമ്പിളാണ്, തെറ്റിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വിട്ടുപോയത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. 3 8 15 24. അടുത്തത് ആരാന്ന ചോദ്യം? നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത്? ഞാൻ നോർമലി ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണം എന്താ? അത് എന്താണ് നോക്കൂ. 2 3 5 7 അങ്ങനെയാണോ നോക്കും. ജസ്റ്റ് ബേസിക് ആയിട്ട് എന്താണ് അത് 2 3 5 7 പറഞ്ഞിട്ട് നോക്കണത്? അത് പ്രൈം നമ്പർ ആണോ എന്ന്. ആകെ ഇതിൽ കൺഫ്യൂസിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് മാത്രമാണ്. അപ്പോൾ അതല്ല. പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്തു? അല്ല. അപ്പോൾ ഇനി അടുത്തത് പ്രൈം നമ്പർ അല്ല ഇവിടുത്തെ ഐഡിയ. അപ്പോൾ അടുത്ത് നോക്കി വ്യത്യാസം കാണും. അടുത്ത പരിപാടി എന്താ? നേരെ വ്യത്യാസം നോക്കി. എന്താ വ്യത്യാസം? 3 5 8 തമ്മിലുള്ള വ്യത്യാസം 5. 8ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 2ഉം 5 7. ഇനി അടുത്തത് 15ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം 4ഉം 5 9. കറക്റ്റ് അല്ലേ? അപ്പം ഇനി അടുത്തത് എത്രയായിരിക്കും? 5 7 9. അടുത്തത് എത്രയായിരിക്കും? 11. അടുത്ത വ്യത്യാസം 11. കാരണം ഇവിടെ 2 കൂടി ഇവിടെ 2 കൂടി അടുത്ത 2 കൂടും. അല്ലെങ്കിൽ എന്താണ്? 5 7 9 11 ഒറ്റ സംഖ്യകൾ ഇങ്ങനെ കയറി പോവാം. അപ്പോൾ അടുത്ത എന്താ? 24ഉം 11ഉം കൂട്ടിയാൽ 5 ഇവിടെ ഒരു 3 35. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം നോക്കാം. അച്ചുവിൻ്റെ വീടിൻ്റെ ചുമര് തേക്കുന്നതിനായി, ഇതൊക്കെ LDCത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, 133/24 ക്വസ്റ്റ്യൻ ആണ്. അച്ചുവിൻ്റെ വീടിൻ്റെ ചുമര് തേക്കുന്നതിന് സിമൻറ്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമൻറ്റ് വാങ്ങി എത്ര ചാക്ക് മണൽ വാങ്ങണം? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഇതൊക്കെ ഒരു 2 സെക്കൻഡിൽ ഉത്തരം കിട്ടണത്, ഗുണിക്കാനുള്ള പരിപാടിയുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, തന്നിട്ടുണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. എന്ത്? 1:5 എന്ന റേഷ്യോയിലാണ് അല്ലെങ്കിൽ അംശബന്ധത്തിലാണ് എന്തു വാങ്ങിയത്? സിമൻറ്റും മണലും. സിമൻറ്റും മണലും 1:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏതാണ് സിമൻറ്റ് ഏതാണ് മണൽ എന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യം സിമൻറ്റ് എഴുതിയല്ലോ, അപ്പോൾ അത് ആദ്യത്തത്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം എഴുതിയത് ആദ്യത്തത്. അപ്പോൾ 1 എന്താണ്? സിമൻറ്റ്. 5 എന്താണ്? മണൽ. സിമൻറ്റ് ഒരു ഭാഗം എടുക്കുമ്പോൾ മണൽ എത്ര ഭാഗം എടുക്കണം എന്നാണ് അവിടെ? 5 ഭാഗം എടുക്കണം എന്നാണ് സാധാരണ കാര്യം അല്ലേ? സിമൻറ്റ് ഒരു ചാക്ക് എടുക്കുമ്പോൾ 5 ചാക്ക് മണൽ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനായിട്ട് 45 ചാക്ക് സിമൻറ്റ് വാങ്ങി എങ്കിൽ എത്ര ചാക്ക് മണൽ വാങ്ങണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്ക്, ഈ 1 എന്ന് പറയുന്നത് എത്രയാണ്? 45 ചാക്കാണ്. 1 എന്ന് പറയുന്നത് 45 ചാക്കാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ 5 എത്രയാണ് എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ എഴുതിയ സാധനം മനസ്സിലായല്ലോ. ഈ 1 ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര ചാക്കായിട്ട് ഇവരെടുത്തു? 45 ചാക്കായിട്ട് എടുത്തു. എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 5 എന്ന് പറയുന്നത് എത്ര ചാക്കാണ് എന്നാണ്. 5 എന്ന് പറയുന്നത് എത്ര ചാക്കാണെന്നാണ്. എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യണ്ടേ. നേരെ ക്രോസ് ഗുണിക്കും. ക്രോസ് ഗുണിച്ചു. 5 × 45, 5 ഗുണിക്കണം 45. കഴിഞ്ഞോ? ഇല്ല, ഹരിക്കണം. 1 ഗുണിക്കണം. ഇവിടെ ആരും ഇല്ല, ഇയാളെ കണ്ടുപിടിക്കണ്ടേ. അപ്പം എന്താണ്? ആ 1 മാത്രം എഴുതിയാൽ മതി. 5 ഗുണിക്കണം 45 ചെയ്താൽ എത്ര കിട്ടുക? 225. 225 ചാക്ക് സിമൻറ്റ് വേണം. മണൽ വേണം. ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ആദ്യം എന്താണ്? 1:5 ആണ് റേഷ്യോ. അതിൽ ഈ 1 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് തുല്യമായതാണ് എന്ത്? 45 ചാക്ക് സിമൻറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 എന്ന റേഷ്യോയ്ക്ക് തുല്യമായ ചാക്കുകളുടെ എണ്ണമാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ഗുണിക്കുന്നു. 5 × 45 /1. അത് കണ്ടാൽ നമുക്ക് ഈ ചോദ്യചിഹ്നം, അതായത് എത്ര ചാക്ക് മണൽ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ മെത്തേഡ് കുറേ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റേഷ്യോസിലൊക്കെ കൂടുതൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓർത്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേ മോഡൽ. അപ്പോൾ നിങ്ങളൊന്ന് പ്രീവിയസ് ചെയ്ത് കണ്ട ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണേ. ഇല്ലെങ്കിൽ ആ മോഡൽ ക്വസ്റ്റ്യൻസ് താഴെ കിടക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഗാന്ധി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയതെന്നാണ് ചോദിച്ചേക്കണേ. 30% വിലക്കിഴിവാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. അയാൾ എന്ത് ചെയ്തു? അപ്പോൾ 3500 രൂപ കൊടുത്ത് ഡ്രസ്സ് വാങ്ങുകയും ചെയ്തു. ഈ 30% വിലക്കിഴിവ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എത്ര ശതമാനം രൂപയ്ക്കാണ് അയാൾ സാധനം വാങ്ങിയത്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 100% ആയിരിക്കും എന്ത്? ആ ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത്. ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത് 100%. ഇവിടെ 30% എന്താണ്? വിലക്കിഴിവാണ്. അപ്പോൾ അയാൾ എത്ര ശതമാനം രൂപയ്ക്കായിരിക്കും സാധനം വാങ്ങിയിട്ടുണ്ടാവുക? യെസ്, 100ന്ന് 30 കുറച്ചാൽ മതി. ആ വിലക്കിഴിവ് കുറച്ചാൽ മതിയല്ലോ. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ നോക്കുക. നമുക്കിപ്പോൾ ഇത്ര ഡിസ്കൗണ്ട് എന്ന് പറയുകയാണ്, അപ്പോൾ 30% ഡിസ്കൗണ്ട് എന്ന് പറയുകയാണ്. 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അവിടുത്തെ പ്രൈസ്? 100ന്ന് ആ 30 കുറയ്ക്കണത് എത്രയാ? 70%. അതന്നെയാണ് ഇവിടെ പറയണത്. അതായത് 70% എന്ന് പറയുന്ന, അതായത് 70% വില എന്ന് പറയുന്നതാണ് എന്ത്? ഈ 3500 രൂപ. സാധനം മനസ്സിലായല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? 30% വിലക്കിഴിവ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വില എത്രയാണ്? അപ്പോൾ 100%ത്തിൽ നിന്ന് 30% കുറയ്ക്കുക. അതായത് 70% എന്ത് നമ്മളവിടെ കൊടുത്തിട്ടുള്ളതാകെ. അതെത്രയാ? 3500 ഇനി നിങ്ങളോട് പറയുകയാണ് 25% വിലക്കിഴിവിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ശതമാനം ഉണ്ടാവുള്ളൂ? 75% ഉണ്ടാവുള്ളൂ. കാരണം 100ന്ന് 25 കുറച്ചു. ഇനി 50% വിലക്കിഴിവിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 100ന്ന് 50 കുറയ്ക്കും.
ഇനി ഒരു 30 പറഞ്ഞു, 50 പറഞ്ഞു, ഇനി 20% വിലക്കിഴിവാണെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യും? 100-ന്ന് 20 കുറയ്ക്കും. അപ്പോൾ എത്രയാ? 80% നമ്മളവിടെ കൊടുക്കണം. അതൊക്കെ പെട്ടെന്ന് കിട്ടണം കേട്ടോ, അതൊക്കെ പെട്ടെന്ന് കിട്ടണം. ഓക്കെ, 70% 3500 ആണ് എങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾ കിട്ടിയത് എന്നാണ് അല്ലേ? അപ്പോൾ എത്ര വിലയുള്ള വസ്ത്രങ്ങളാണ് ശരിക്കും? അത് 100% ആ വസ്ത്രങ്ങളുടെ ശരിയായ വില. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. 70% 3500 ആണെന്ന് കണ്ടുപിടിച്ചു. 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും നേരം ചെയ്ത സാധനം തന്നെ ഇപ്പം പറഞ്ഞു വെച്ചേ ഉള്ളൂ അല്ലേ? എന്ത് ചെയ്യും? ക്രോസ് ഗുണിക്കുന്നു. എന്ത് ചെയ്യുന്നു? 3500 ഗുണിക്കണം 100. കഴിഞ്ഞോ? ഇല്ല. ഡിവൈഡഡ് ബൈ 70 എങ്കിൽ ഈ ചോദ്യചിഹ്നം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ചോദ്യചിഹ്നം ആരാണ്? നമ്മുടെ എത്ര വിലയുള്ള വസ്ത്രങ്ങളാണ് കിട്ടിയത്, അതായത് 100% എത്രയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 0 പോയി. ഇനി അറിയാം 7×5 35. അപ്പം എന്താണ്? 50. അപ്പോൾ നമ്മുടെ ഉത്തരം 50 × 100 5000 രൂപയാണ്. എന്ത്? അയാൾക്ക് 100% എന്ന് പറയണത്. അതായത് 5000 ഉറുപ്പ്യൻ്റെ സാധനങ്ങൾ അയാൾ എത്ര ഉറുപ്പ്യക്ക് വാങ്ങി? 3500 ഉറുപ്പ്യക്ക് വാങ്ങി. കാരണം അവിടെ 30% വിലക്കിഴിവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3500 എന്ന് പറയുന്നത് എന്താണ്? 70%. അതായത് 5000 100%, 3500 70%. ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ ചോദ്യം കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ച് ഒരു കഷണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിൻ്റെ നീളം എത്ര? ചോദ്യം വളരെ കറക്റ്റാണ്, വളരെ സിമ്പിളാണ്. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടുക്ക് മുറിച്ചു എന്നല്ല, അതിൻ്റെ മധ്യത്തിൽ മുറിച്ചു എന്നല്ല, 2ആയിട്ട് മുറിച്ചു. എവിടെയോ 2ആയിട്ട് മുറിച്ചു. ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും നിർമ്മിച്ചു. സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ്. അതായത് ഈ നീളം, സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ നീളവും തുല്യമായിരിക്കില്ലേ? നീളം വീതിയും തുല്യമായിരിക്കില്ലേ? ഇതിൻ്റെ എല്ലാം തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ വശത്തിൻ്റെ നീളത്തിനനുസരിച്ച് തന്നെയാണ് എന്ത്? ഇതിൻ്റെ നീളവും എന്നാ പറയണേ. ഇതിൻ്റെ നീളവും ഒക്കെ തുല്യമാണ് അല്ലേ? അപ്പം മൊത്തത്തിൽ ശരിക്ക് എത്ര വശമുണ്ട് നോക്കിയാൽ മതി. എത്ര വശമുണ്ട്? 1 2 3 4. ചതുരത്തിൽ എത്ര വശ? 4 വശം. ത്രികോണത്തിൽ എത്ര വശ? 3 വശം. മൊത്തം എത്ര വശം ഉണ്ടാകെ? 7 വശങ്ങളുണ്ട്. 7 വശങ്ങളുണ്ട്. 7 വശങ്ങളുടെ മൊത്തത്തിലുള്ള നീളം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത് മൊത്തത്തിലുള്ള നീളം എടുത്തു കഴിഞ്ഞാൽ അതെത്രയാ? 3.5 മീറ്ററാ. 3.5 മീറ്ററാ അല്ലേ? കറക്റ്റ് അല്ലേ? കാര്യം കിട്ടിയല്ലോ. മൊത്തം എന്തു പറഞ്ഞു? മൊത്തം ഇപ്പോൾ നമുക്ക് 7 വശങ്ങളുണ്ട്. ആ 7 വശങ്ങളുടെ നീളം തുല്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3.5 മീറ്ററാണ് ഈ 7 വശങ്ങളുടെ മൊത്തത്തിലുള്ള നീളം. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 3.5-യെ 7 കൊണ്ട് ഹരിച്ചാൽ മതിയാകും. 3.5-യെ 7 കൊണ്ട് ഹരിച്ചാൽ മതിയാകും. എങ്ങനെയാ 3.5-നെ 7 കൊണ്ട് ഹരിക്കുക? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? 3.5 അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 35-നെ 7 കൊണ്ട് ഹരിക്കും. 35-നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 7×5 35. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 ആണെന്ന് കിട്ടി. എന്നിട്ട് ഈ 5 ഇവിടെ എഴുതി. പക്ഷെ ഉത്തരമായോ? 3.5-നെ 7 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടുമോ? ഇല്ല. കാരണം നമ്മൾ 35-നെയാണ് 7 കൊണ്ട് ഹരിച്ചത്. ഇവിടെ ഒരു പോയിന്റ് വരുമ്പോൾ, അതായത് ചോദ്യത്തിൽ മേലൊരു പോയിന്റ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഹരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ പോയിന്റ് അവിടെ തന്നെ ഇടണം. ഒരു സ്ഥാനം മാറ്റി കുത്തണം. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഉള്ളത്? അപ്പോൾ ഉത്തരത്തിനും ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 5 മീറ്ററാണ്. 5 മീറ്ററാണ്. ഇനി നോക്കിക്കേ 5 മീറ്ററാണ്. ഇവിടെ ഏതാ 5 മീറ്ററിന് ഈക്വല്?
50 സെൻറ്റിമീറ്റർ. 50 സെൻറ്റിമീറ്റർ, അര മീറ്റർ അല്ലേ 50 സെൻറ്റിമീറ്റർ. എങ്ങനെ? 0.5നെ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ 50 സെൻറ്റിമീറ്റർ. ഉത്തരം സിമ്പിൾ. ഇനി ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും കൂടിയും ചെയ്യാം. കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണേൽ പറയാം. 3.5 മീറ്ററാണ് നീളം. മൊത്തത്തിൽ കമ്പിയുടെ നീളം 3.5 മീറ്ററാണ്. നമ്മൾക്ക് വേണ്ടത് സെൻറ്റിമീറ്ററിലുള്ള ഉത്തരമാണ്. ഓപ്ഷൻ നോക്കുക. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ഉത്തരങ്ങൾ തന്നേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? 3.5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. 3.5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3.5 മീറ്ററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 3.5 മീറ്ററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 3500 ആണോ? 350. 350 എന്താ? സെൻറ്റിമീറ്റർ. 350 സെൻറ്റിമീറ്റർ അല്ലേ? നിങ്ങൾക്ക് അറിയാലോ 3.5നെ 100 കൊണ്ട് ഗുണിക്കാൻ. ഓക്കെ, 350 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 350നെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 50 എന്ന് കിട്ടി. 50 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, എക്സിൻ്റെ സഹോദരിയും, ഞാൻ എഴുതാം, എക്സിൻ്റെ സഹോദരിയും അപ്പോൾ ഇതിങ്ങനെ വരച്ചാൽ ഞാൻ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ എഴുതാം സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കിടക്കട്ടെ. എക്സ് വൈയുടെ മകളും. എക്സ് ആരെ മകളാ? വൈയുടെ മകളാ. ഈ വൈ അപ്പം എന്താ? എക്സിൻ്റെ അമ്മ. വൈ സെഡിൻ്റെ മകളും. വൈ ആരെ മകളാ? സെഡിൻ്റെ. അപ്പോൾ ഇതാരാ? അമ്മയുടെ അമ്മ. ആരാ? അമ്മൂമ്മ അല്ലേ? എങ്കിൽ എയുടെ ആരാണ് സെഡ്? ഈ എ ആരുടെ ഈ എക്സിൻ്റെ സഹോദരി അല്ലേ വൈ? അപ്പോൾ ഇത് ഇയാളുടെ അമ്മയാണ് ആര്? വൈ. അയാളുടെ അമ്മ സെഡ്. അതായത് എയുടെ ആരാണ് സെഡ്? അമ്മൂമ്മ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ചാൽ തന്നെ കിട്ടും. വരയ്ക്കാതെ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ലോജിക്ക് എടുത്താൽ മതി. പക്ഷെ വരച്ച് ചെയ്യാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ. തെറ്റുകൾ കുറയും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 30h - 11/2m. 30h - 11/2m. h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ്, എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി. അപ്പോൾ നമ്മൾ നോക്ക്, 30 ഗുണിക്കണം h എത്രയാ? 4 മൈനസ് 11/2 m എത്രയാ? 10. 30 ഗുണിക്കണം 4 120. കുറയ്ക്കണം. ഈ 2ഉം 10ഉം വെട്ടാലോ? വെട്ടി 5. 11 × 5 55. 120 നിന്ന് 55 പോയാൽ എത്രയാ? 120 നിന്ന് 60 പോയാൽ ബാക്കി 60, പിന്നെ ഒരു 5ഉം കൂടി. അപ്പോൾ എത്ര? 65 ഡിഗ്രി. 65 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ ബി. ഇത് നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇക്വേഷനിൽ. ഇക്വേഷൻ 30h - 11/2m. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നീളം വീതിയുടെ പകുതി, വീതി നീളത്തിൻ്റെ പകുതി, നീളവും വീതിയും തുല്യം, നീളം വീതിയുടെ 3 മടങ്ങ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ചോദ്യം തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ടോ ഇതിൽ വല്ല വാല്യൂസ് ആഡ് ചെയ്തിട്ടോ എയും ബിയും വെച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരു നിശ്ചിത ചുറ്റളവാണ് തരുന്നത് എങ്കിൽ, ഇപ്പോൾ ഒരേ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ചുറ്റളവായല്ലോ. ഒരു നിശ്ചിത ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉള്ള ചതുർഭുജം. ഇപ്പോൾ ഇവിടെ ചതുരം എന്നാണ് ചോദിച്ചത്. ഒരു ചതുർഭുജം, ഏത് ചതുർഭുജം, അതായത് 4 വശങ്ങളുള്ള ഏതായാലും, ഏത് ചതുർഭുജം ആയാലും അതിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉണ്ടാവാൻ പോണത് ആർക്കാണ്? സമചതുരത്തിനാണ്. ഞാൻ പറഞ്ഞതെന്താ? ഒരേ ചുറ്റളവിലുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ആർക്കായിരിക്കും ഉണ്ടാവുക? എപ്പോഴും ഒരു സമചതുരത്തിനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഒരു നിശ്ചിത ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള
ചതുർഭുജം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എല്ലായ്പ്പോഴും എന്താണ്? സമചതുരം എന്നാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നീളവും വീതിയും തുല്യമായിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും കേട്ടോ. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. അത് മാത്രമേ വ്യത്യാസമായിട്ടുള്ളതുള്ളൂ കേട്ടോ. എന്താണ് ഉത്തരം? സമചതുരമാണ് ഉത്തരം. എന്താണ് കാര്യം? ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിലെ ഏറ്റവും കൂടുതൽ വിസ്തീർണം ആർക്കായിരിക്കും? എല്ലായ്പ്പോഴും സമചതുരത്തിനായിരിക്കും. അത് ചതുർഭുജങ്ങളുടെ കേസാണെങ്കിലും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയും പറയാം. ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാർക്കിനുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ഒരു രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2D ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൃത്തമാണ്. എന്താണ്? ഒരേ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2D ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? വൃത്തമാണ്. ഓക്കെ ആണല്ലോ? അത് കിട്ടുമല്ലോ. ചതുർഭുജം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സമചതുരം. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുർഭുജം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമചതുരം. സമചതുരത്തിൻ്റെ പ്രത്യേകത നീളവും വീതിയും തുല്യമായിരിക്കും. അതുപോലെ അടുത്തൊരു ടൈപ്പ് ചോദ്യം എന്താണ്? ഒരേ ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് വൃത്തമാണ്. ഇനി എങ്ങാനും നമ്മുടെ ഒരു നിർഭാഗ്യത്തിന് അല്ലെങ്കിൽ ഭാഗ്യത്തിന് വൺ വേർഡ് ആയിട്ട് ചോദിച്ചാൽ കിട്ടണ്ടേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, രാജു ഒരു സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്ന് നേരെ വടക്കോട്ട് 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഇപ്പോൾ രാജു പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയായിരിക്കും? നമുക്കിതൊന്ന് വരച്ചു നോക്കാം അല്ലേ? അപ്പോൾ നമുക്കറിയാം, ആദ്യം ഇങ്ങനെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഡയറക്ഷൻസ് വരയ്ക്കണം. അപ്പം നേരെ വടക്ക്, ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരെ എന്താണ്? കിഴക്കോട്ട്, രാജു ഇവിടെ നിന്നിട്ട് നേരെ കിഴക്കോട്ട് 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. 8 കിലോമീറ്റർ. അവിടെ നിന്ന് വടക്കോട്ട് പറഞ്ഞാൽ മേലോട്ട് അല്ലേ? മേലോട്ട് 6 കിലോമീറ്ററും സഞ്ചരിച്ചു. നമ്മളോട് ചോദിച്ചേക്കണ എന്താ? ഇപ്പം പുറപ്പെട്ട സ്ഥലത്തു നിന്നും രാജു എത്ര ദൂരം അകലെയാണ് എന്നാണ് ചോദിച്ചേക്കണത്. അതായത് ഈ നീളം, ആ നീളം കൊണ്ട് വരച്ച നീളം എത്ര ദൂരമാണെന്നാണ് ചോദിച്ചേക്കണത് അല്ലേ? ഈ നീളമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്കറിയാം, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? വടക്കും കിഴക്കും ഇതിലൊക്കെ ഉള്ള സാധനം അതാണ് കേട്ടോ. ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇതൊരു മട്ട ത്രികോണമാണ്. മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത് ആരെയാണ്? പൈതഗോറസ് തിയറം അല്ലേ? പൈതഗോറസിൻ്റെ തിയറമാണ് ഇവിടെ നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. എന്താണ് ആ തിയറം? വലിയ വശത്തിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ തുക അല്ലേ? നമ്മളിങ്ങനെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് വലിയ വശമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്ക് വേണ്ട പാദം എത്രയായി? 8. 8ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 6ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് കൂട്ടിയാൽ 100 എന്ന് കിട്ടി. ഇതെന്താ? കർണം സ്ക്വയറാണ്. നമുക്ക് എന്ത് വേണം? കർണമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ നീളം ഏറ്റവും നീളമുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 100 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉത്തരം 10. നമ്മളെ എത്ര ദൂരം അകലെയാണ്? 10 മീറ്റർ, 10 കിലോമീറ്റർ അകലെയാണ്. 10 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, പൈതഗോറസിൻ്റെ കുറച്ച് ട്രിപ്പിൾസ് ഉണ്ട്, പൈതഗോറസിൻ്റെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ ഈ ത്രികോണം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ത്രികോണം നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ വലിയ വശത്തിൻ്റെ നീളം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്? ഇത് ചെയ്യാൻ നിൽക്കണ്ട. നേരെ നമുക്ക് ഉത്തരത്തിലേക്ക് എഴുതാൻ സാധിക്കും. എത്ര? 10 എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് 6, ഇത് 8 ആണെങ്കിൽ ഇത് 10 ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയാം കേട്ടോ. അതായത് ഈ ഇക്വേഷൻ ചെയ്താൽ കിട്ടുന്ന കുറച്ച് നമ്പേഴ്സ് പറയാം. 3, 4, 5 എഴുതി വെച്ചോണ്ടേ. 3, 4. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മായ്ച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് എഴുതാം.
3ഉം 4ഉം 5ഉം. അതുപോലെ ഇപ്പോൾ നമ്മളെ ഈ 6, 8, 10 ഇനി ഇതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യകളൊക്കെ ഇതിൽ പെടും കേട്ടോ. അപ്പോൾ അടുത്തത്, അപ്പോൾ ഞാൻ ഇത് എഴുതുന്നില്ല, ഈ 3, 4, 5 ഓർത്താൽ മതി. 6, 8, 10 അങ്ങനെയുള്ളത് നിങ്ങൾ ഇനി ഓർത്താൽ മതി, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടുമെന്ന് ഓർത്താൽ മതി. അടുത്തത് 5, 12, 13. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഈ 5ൻ്റെ സ്ക്വയർ എത്രയാ? 25. 12ൻ്റെ സ്ക്വയർ എത്രയാ? 144. 25 144 കൂട്ടിയാൽ 169. അതെത്രയാ? 13ൻ്റെ സ്ക്വയറാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ നമ്പേഴ്സ് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിൽ നിങ്ങളോട് ചോദിക്കാം, ഇവിടെ 12ഉം ഇവിടെ 12ഉം ഇവിടെ 5ഉം ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ എന്ത്? 13ആണ്. വെറുതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8, 15, 17. 8, 15, 17. അതുപോലെ 7, 24, 25, 9, 40, 41. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ 3 ഇത് 2 പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഇത് നമുക്ക് അധികം ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ 3 നമ്പേഴ്സ് എന്തായാലും നിങ്ങൾ ട്രയാങ്കിൾ എന്തായാലും നിങ്ങൾ നോക്കുക. അതിൻ്റെ കൂടുതൽ 6, 8, 10 കൂടി ഒന്ന് ഓർത്ത് വെച്ചുകൊണ്ടു. ഇനി കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, സമയം 11:15. കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്രയെന്നാണ് ചോദിച്ചേക്കണേ. നിങ്ങൾക്കൊരു സമയം, ക്ലോക്കിലൊരു സമയം തന്നിട്ട് ഒന്നുകിൽ അതിൻ്റെ സമയം കാണാൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം കാണാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ, അതായത് 11നേക്കാൾ കൂടുതലാണ് ആ സമയം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലായ്പ്പോഴും 23:60 നിന്ന് ആ സംഖ്യ കുറച്ചാൽ മതിയാവും. 11:15 കുറച്ചാൽ മതിയാവും. 23:60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 23 മണിക്കൂർ 60 മിനിറ്റും, അതായത് 24 മണിക്കൂർ തന്നെ. പക്ഷെ നമ്മൾ കുറയ്ക്കാൻ, സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 60 എന്ന് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? എന്താണ് പറഞ്ഞത്? ഇപ്പോൾ നമുക്കൊരു ക്ലോക്കിലെ സമയം തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരെ പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് ക്ലോക്കിലെ സമയം കാണാനാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് സമയം 11 മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയെന്ന് കുറച്ചാൽ മതി? 23:60 നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 23:60 ഇങ്ങനെ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. 24 മണിക്കൂറിന് നമുക്ക് നേരെ എഴുതി കുറയ്ക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? 23 മണിക്കൂറും 60 മിനിറ്റും. അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ 60 15 പോയാൽ 45, 2, 1, 12:45 ആയിരിക്കും എന്ത്? ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയണത്. ഓക്കെ. ഇനി ഇതേപോലെ വേറൊരു ചോദ്യം, 4:20 എന്നാണ് ചോദിച്ചതെങ്കിലോ? ഈ കേസിൽ എന്തല്ല, ഇത് 11നേക്കാൾ കൂടുതലല്ല, 11ൻ്റെ താഴെയാണ് അല്ലേ? 11ൻ്റെ താഴെ ആകുമ്പോൾ നമ്മൾ എത്രയെന്ന് കുറച്ചാൽ മതി? 12 മണിക്കൂറിന് കുറച്ചാൽ മതി. 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? 11:60. സാധനം മനസ്സിലായല്ലോ? 11:60. അപ്പോൾ എത്ര ചെയ്യും? 4:20 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 40. ഇവിടെ എത്രയാ? 11 4 പോയാൽ 7. 7:40 ആയിട്ട് നമ്മൾക്ക് എന്ത് കിട്ടും? 4:20ൻ്റെ മിറർ ഇമേജ് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റത്തെ ചോദ്യം ഇതാണ്, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക, ഉത്തരം കമൻ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊന്നും കൂടി നന്നായിട്ട് നോക്കുക. നല്ല ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും. നന്ദി. താങ്ക്